ഇത് എപ്പോഴും ഇങ്ങനെ ഓരോ പണിയെടുത്തോണ്ടിരിക്കുന്നല്ലോ. മോളെ പുറത്തുനിന്ന് ആരെങ്കിലും കാണണ്ട, കണ്ണു തട്ടും. അത് സാരല്ലമ്മേ, എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അമ്മ നോക്കിക്കേ ഇവിടെയൊക്കെ വൃത്തിയായോന്ന്. പിന്നെ എന്റെ മോള് വന്നപ്പിന്നെ വീടൊക്കെ നല്ല പോലെ ഒന്ന് വൃത്തിയായത്. ശാലു മോളോട് പറഞ്ഞ ഒരു പണിയും ചെയ്യില്ല, അതങ്ങനെ മടിച്ച. അമ്മ വെറുതെ പറയലല്ലോ, ശരിക്കും ഞാൻ ചെയ്യണ എല്ലാ പണിയും വൃത്തിയുണ്ടോ? പിന്നെ വൃത്തിയില്ലാണ്ട് അതിനെ കുറിച്ച് പറയാനുണ്ട്. എന്റെ മോൾ നല്ല വൃത്തി തന്നെ എല്ലാ പണിയും ചെയ്യുന്നത്. അമ്മ എന്നാലും ഒന്നും കൂടി നോക്കിക്കേ, ഇത് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നല്ല ക്ലീൻ ആയിട്ടുണ്ടോ? എന്താ മോൾ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല ഞാൻ ചോദിച്ചൊന്നുമില്ല, അമ്മ പറ. അതിന്റെ ആവശ്യമില്ല മോളെ, ഞാനല്ലേ പറയുന്നു വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. ഇനി മതി, മോള് റെസ്റ്റ് എടുക്ക്. ശരി എന്നാൽ. എന്തൊരു മോളാ, വീട് എങ്ങനെ അടുക്കും ചുറ്റിയിലെ കിടക്കുന്നു. എങ്ങനെയൊക്കെയോ കിടന്ന വീടാ, നല്ല വൃത്തിയും വെടുപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു കൂട്ടിനെ ഞാൻ ആഗ്രഹിച്ചത്. ദൈവം അതുപോലെ തന്നെ ഒന്ന് കൊണ്ട് തന്നു എനിക്ക്. അപ്പൊ അത് ശരി, ഇതാണ് ഇവിടെ നടക്കുന്നല്ലേ? നീ എപ്പോ വന്നു? ഞാൻ കുറെ നേരം വന്നിട്ട് ഇവിടെ. എന്തായാലും നേരത്തെ വന്നത് നന്നായി. ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ പറയണ്ട, ഒരു വൃത്തിയും വെടുപ്പും ഇല്ല. ഇതാക്കെ തട്ടി അടിച്ചതാണത്ര. നീ ഒന്ന് ചെന്ന് നോക്ക്, ഫുള്ള് മാറാനേ അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ട് പോയി കിടക്കുക. അല്ലമ്മേ, അമ്മേ പണ്ട് വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിക്കേ? നീ എന്താണ് ഈ പറയുന്നത്? അല്ല, ഇവിടെ അമ്മ KPC ലളിതനേക്കാളും വലിയ അഭിനയമാണല്ലോ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിവിടെ കുറെ നേരെ വന്നിട്ടുണ്ട്. അമ്മ അത് അവളോട് സംസാരിച്ചതും അവൾ അമ്മയോട് സംസാരിച്ചതും എല്ലാം ഞാൻ കേട്ടു. നല്ല കളിച്ചൊരു സന്തോഷത്തോടെയാണല്ലോ അമ്മ അവിടെ നിന്ന് ഈ പടി വരെ വന്നത്. ആ പടി ഒന്ന് ഇപ്പുറത്തേക്ക് കടന്നപ്പോഴത്തേനും അമ്മേന്റെ സ്വഭാവം നേരെ മാറി. എന്നിട്ട് അവളെ കുറിച്ചുള്ള കുറ്റം പറയാൻ തുടങ്ങി. അമ്മ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിൽ സ്വന്തം മോനോട് അവന്റെ ഭാര്യനെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ അമ്മ ഇങ്ങനെ ഡെയിലി പറഞ്ഞുതരോ? ഞാൻ വരുമ്പോ അവളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയാനുള്ള അമ്മയ്ക്ക് നേരമുള്ളൂ. അമ്മേന്റെ പ്ലാൻ എന്താ? ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പിരിപ്പിക്കാനാണോ? അല്ല മോനെ, ഞാന് അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. ഇതേ പണ്ടത്തെ കാലമൊന്നുമല്ല അമ്മായിമ്മ ഒരു മരുമോൾ വരെ കെടുത്ത് നടക്കാൻ. അവളോട് എന്താ ചെയ്യാത്തത്? ഒന്നും മിണ്ടാണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നിരുന്നില്ല അമ്മയ്ക്ക്. എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാമോ? അമ്മ വെറുതെ അവളുടെ പുറകെ ചെന്നിട്ട് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അവള് ചെയ്തിരുന്ന എല്ലാം കൂടെ നിർത്തും. പിന്നെ അമ്മ തന്നെ ചെയ്യേണ്ടി വരും. എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഓഫീസിൽ പോകും, രാത്രി തിരിച്ചു വരുള്ളൂ. അമ്മായിമ്മ പോലെ എടുത്തിട്ട് നടക്കാനാണ് അമ്മേന്റെ ഭാവിയിൽ അവള് തിരിച്ചു പറയുന്നത് അമ്മ കേൾക്കേണ്ടി വരും. എനിക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തെറ്റ് മുഴുവൻ അമ്മേന്റെ കയ്യിലാണ്.